ഒരു സിനിമ അവസാനിക്കുമ്പോൾ പ്രേക്ഷകർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ കഴിയാതെ അമ്പരന്നിരുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുമോ? ഈ ഒരു വാചകം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് പ്രേക്ഷകരിൽ നിന്ന് കേട്ട ഒരു ഹോളിവുഡ് സംവിധായകനുണ്ട്, എം നൈറ്റ് ശ്യാമളൻ. എന്നാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് നിങ്ങൾക്കറിയാമോ? മനോജ് നെല്ലിയാട്ട് ശ്യാമളൻ, നമ്മുടെ ഒരു മലയാളി. ഡോക്ടർമാരായ മനോജ് നൈറ്റ് ശ്യാമളന്റെ മാതാപിതാക്കൾ അമേരിക്കയിലേക്ക് കുടിയേറിയവരാണ്. 1970 ഓഗസ്റ്റ് 6 അമേരിക്കയിലെ പെൻസിൽവേനിയ സംസ്ഥാനത്തിലെ ഫിലാഡൽഫിയയ്ക്ക് സമീപമാണ് മനോജ് ജനിച്ചത്. വീട്ടിൽ ഇന്ത്യൻ സംസ്കാരവും പുറത്തേക്ക് പൂർണ്ണമായും അമേരിക്കൻ ജീവിതവുമായിരുന്നു. ഈ രണ്ട് ലോകങ്ങൾക്കിടയിലാണ് അദ്ദേഹം വളർന്നത്. മാതാപിതാക്കളുടെ സ്വപ്നം വളരെ വ്യക്തമായിരുന്നു, മകനും ഡോക്ടറാകണം. പക്ഷെ മനോജിന്റെ മനസ്സിൽ മറ്റൊരു ലോകം വളരുകയായിരുന്നു, ക്യാമറയുടെ ലോകം, കഥകളുടെ ലോകം. അദ്ദേഹത്തിന് 8-ാം വയസ്സിൽ ഒരു 8mm ക്യാമറ സമ്മാനമായി ലഭിച്ചു. ആ ക്യാമറ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. മറ്റു കുട്ടികൾ കളിച്ചു നടക്കുമ്പോൾ മനോജ് ചെറിയ സിനിമകൾ ചിത്രീകരിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ അഭിനേതാക്കളാക്കി, വീടിനെ സെറ്റാക്കി, സ്വയം കഥ എഴുതി, സ്വയം സംവിധാനം ചെയ്തു. 17-ാം വയസ്സാകുമ്പോഴേക്കും അദ്ദേഹം 40-ലധികം ഹോം സിനിമകൾ നിർമ്മിച്ചിരുന്നു. ഇതൊരു ഹോബി മാത്രമായിരുന്നില്ല, ഒരു സംവിധായകന്റെ ജനനം തന്നെയായിരുന്നു. മാതാപിതാക്കൾ ഡോക്ടറാകാൻ ആഗ്രഹിച്ചു, പക്ഷെ മകൻ തീരുമാനിച്ചത് സിനിമയാണ് തന്റെ ജീവിതമെന്ന്. അവസാനം അദ്ദേഹം ന്യൂയോർക്കിലെ പ്രശസ്ത സിനിമാ പഠന സ്ഥാപനമായ ടിസ്ക് സ്കൂൾ ഓഫ് ദ ആർട്സിൽ ചേർന്നു. അവിടെയാണ് തന്റെ പേരിനെ എം നൈറ്റ് ശ്യാമളൻ എന്ന രീതിയിൽ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ബിരുദ പഠനം കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം ആദ്യ സിനിമ സംവിധാനം ചെയ്തു. ആദ്യ സിനിമ വിജയമായില്ല, അടുത്ത സിനിമയും കാര്യമായ ശ്രദ്ധ നേടിയില്ല. സാധാരണ ഒരാൾ ഇവിടെ തോറ്റു പിന്മാറുമായിരുന്നെങ്കിലും ശ്യാമളൻ അങ്ങനെ ചെയ്തില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു കഥ അദ്ദേഹത്തിന്റെ മനസ്സിൽ രൂപം കൊണ്ടുകൊണ്ടിരുന്നു. 1990കളുടെ അവസാന കാലം. വമ്പൻ ബഡ്ജറ്റും വലിയ ഹോളിവുഡ് താരങ്ങളുമാണ് വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് ഹോളിവുഡ് വിശ്വസിച്ചിരുന്ന ഒരു കാലം. ആ സമയത്താണ് അധികമൊന്നും അറിയപ്പെടാത്ത ഒരു യുവ സംവിധായകൻ ഒരു തിരക്കഥയുമായി പ്രൊഡക്ഷൻ കമ്പനികളുടെ വാതിലിൽ മുട്ടിയത്. ആ തിരക്കഥയുടെ പേര് ദ സിക്സ്ത് സെൻസ്. ഒരു ചെറിയ കുട്ടി, ആ കുട്ടിയുടെ വിചിത്രമായ വാക്കുകൾ, ഐ സീ ഡെഡ് പീപ്പിൾ. സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ഡയലോഗുകളിൽ ഒന്നായി പിന്നീട് അത് മാറുമെന്ന് അന്നാരും കരുതിയിരുന്നില്ല. ആദ്യം പലരും ആ കഥയെ സംശയത്തോടെ നോക്കി. എന്നാൽ കഥ വായിച്ചവർക്ക് ഒരു കാര്യം വ്യക്തമായി: ഇതൊരു സാധാരണ ഹൊറർ സിനിമയല്ല, മനുഷ്യന്റെ വികാരങ്ങളെയും ഭയത്തെയും കുറ്റബോധത്തെയും ഒരുമിച്ച് സ്പർശിക്കുന്ന അപൂർവ തിരക്കഥയാണിത്. അവസാനം ഹോളിവുഡിലെ പ്രമുഖ നടനായ ബ്രൂസ് വില്ലിസ് ഈ സിനിമയിൽ അഭിനയിക്കാൻ സമ്മതിച്ചു. 1999 ചിത്രം റിലീസ് ചെയ്തു. ആദ്യ ദിവസം മുതൽ പ്രേക്ഷകർ ഞെട്ടി. സിനിമ അവസാനിക്കുന്ന നിമിഷം തിയേറ്ററുകളിൽ ഒരേ ചോദ്യം: ഇതുവരെ നമ്മൾ കണ്ടതെല്ലാം ശരിക്കും എന്തായിരുന്നു? അവസാനത്തെ ആ ട്വിസ്റ്റ് ഹോളിവുഡിന്റെ ചരിത്രം തന്നെ മാറ്റി. ഏകദേശം $40 മില്യൺ ചെലവിൽ നിർമ്മിച്ച ചിത്രം ലോകമെമ്പാടുമായി $670 മില്യൺ നേടി. അതിലും വലിയ നേട്ടം, ആ വർഷത്തെ അക്കാദമി അവാർഡുകളിൽ 6 വിഭാഗങ്ങളിൽ നാമനിർദ്ദേശം. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച ഒറിജിനൽ തിരക്കഥ. ഒരു മലയാളി കുടുംബത്തിൽ ജനിച്ച മനോജ് ശ്യാമളൻ ഹോളിവുഡിലെ ഏറ്റവും വലിയ സംവിധായകരുടെ നിരയിലെത്തി. അവിടെ നിന്നാണ് ഒരു പുതിയ വിശേഷണം അദ്ദേഹത്തെ പിന്തുടരാൻ തുടങ്ങിയത്: ദ മാസ്റ്റർ ഓഫ് ട്വിസ്റ്റ് എൻഡിങ്സ്. പക്ഷെ ഒരു സിനിമയുടെ വിജയം ആവർത്തിക്കുക എളുപ്പമല്ല. ലോകം മുഴുവൻ കാത്തിരുന്നത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു: ശ്യാമളന്റെ അടുത്ത സിനിമയും ഇതുപോലെ ഞെട്ടിക്കുമോ? 2000-ൽ അദ്ദേഹം മറുപടി നൽകി: അൺബ്രേക്കബിൾ. പുറമെ ഒരു സൂപ്പർ ഹീറോ സിനിമ പോലെ തോന്നുന്ന ചിത്രം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ശക്തിയെയും വിധിയെയും കുറിച്ചുള്ള ആഴമേറിയ മനഃശാസ്ത്ര നാടകമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് ഈ സിനിമയെ പലരും എക്കാലത്തെയും മികച്ച സൂപ്പർ ഹീറോ ചിത്രങ്ങളിൽ ഒന്നായി വിശേഷിപ്പിച്ചത്. അതിന് പിന്നാലെ വന്നു സയൻസ്, അന്യഗ്രഹ ജീവികളെ കുറിച്ചുള്ള സിനിമ. പക്ഷെ അത് യഥാർത്ഥത്തിൽ വിശ്വാസത്തെയും കുടുംബ ബന്ധങ്ങളെയും കുറിച്ചുള്ള കഥയായിരുന്നു. വീണ്ടും വമ്പൻ വിജയം. അതിനുശേഷം ദ വില്ലേജ്, അവിടെയും ഒരു ഞെട്ടിക്കുന്ന ട്വിസ്റ്റ്. ലോകം വീണ്ടും ശ്യാമളനെ പ്രശംസിച്ചു. അന്ന് ഹോളിവുഡിൽ ഒരു പുതിയ പ്രയോഗം പോലും പ്രചാരത്തിലായി: ഡോണ്ട് സ്പോയിൽ ദ ശ്യാമളൻ എൻഡിങ്. കാരണം അദ്ദേഹത്തിന്റെ സിനിമയുടെ അവസാനം മുൻകൂട്ടി പറഞ്ഞാൽ സിനിമയുടെ ആത്മാവ് തന്നെ നഷ്ടമാകും. എല്ലാ സംവിധായകരുടെ ജീവിതത്തിലും ഒരു ഇരുണ്ട അധ്യായം ഉണ്ടാകാറുണ്ട്. മനോജ് നൈറ്റ് ശ്യാമളന്റെ ജീവിതത്തിലും അത് ഉണ്ടാകാൻ പോവുകയായിരുന്നു. ഒരു കാലത്ത് ഹോളിവുഡിന്റെ രാജാവെന്ന് വിശേഷിപ്പിച്ചവർ പോലും നിശിതമായി വിമർശിക്കാൻ തുടങ്ങി. 2004-ൽ പുറത്തിറങ്ങിയ ദ വില്ലേജിൽ ജോക്കിൻ ഫിനിക്സ്, ബ്രൈസ് ഡള്ളാസ് ഹോവാർഡ്, ആഡ്രിയൻ ബ്രോഡി, വില്യം ഹർട്ട്, സിഗോണി വീവർ എന്നിവർ പ്രധാന വേഷത്തിലെത്തി. ചിത്രം സാമ്പത്തികമായി വിജയിച്ചെങ്കിലും അതിന്റെ ട്വിസ്റ്റ് ചില പ്രേക്ഷകരെ നിരാശപ്പെടുത്തി. ആദ്യമായി ശ്യാമളൻ പഴയ മാജിക് നഷ്ടപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യം ഉയർന്നു. അതിനുശേഷം വന്ന ലേഡി ഇൻ ദ വാട്ടറിൽ പോൾ ജിയാമറ്റി, ബ്രൈസ് ഡള്ളാസ് ഹോവാർഡ്, ജെഫ്രി റൈറ്റ്, ബോബ് ബലാബൻ എന്നിവർ അഭിനയിച്ചു. എന്നാൽ ചിത്രം പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. വിമർശകർ കടുത്ത ഭാഷയിൽ ചിത്രത്തെ വിമർശിച്ചു. എന്നാൽ ശ്യാമളൻ പിന്നോട്ടില്ല. 2008-ൽ അദ്ദേഹം ദ ഹാപ്പനിങ് എന്ന സിനിമയുമായി എത്തി. മാർക്ക് വേർബർഗ്, സൂയി ഡാഷ്നൽ, ജോൺ ലിഗിസാമോ,
ബെറ്റി ബക്ലി എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. പ്രകൃതി തന്നെ മനുഷ്യനെതിരായി തിരിയുന്ന വിചിത്രമായ ആശയമായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം. ആശയം പുതുമയുള്ളതായിരുന്നെങ്കിലും അവതരണം പലർക്കും ബോധ്യപ്പെട്ടില്ല. സിനിമ പരാജയപ്പെട്ടു. പിന്നീട് വന്നു അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ പരീക്ഷണം, ദ ലാസ്റ്റ് എയർബെൻഡർ. ജനപ്രിയ ആനിമേഷൻ പരമ്പരയെ ആസ്പദമാക്കി ഒരുക്കിയ ഈ ചിത്രത്തിൽ നോവ റിംഗർ, ഡേവ് പട്ടേൽ, നിക്കോള പെൽസ്, ജാക്സൺ റാത്ബോൺ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. $100 മില്യൺ ബജറ്റിൽ നിർമ്മിച്ച ചിത്രം റിലീസിന് ശേഷം കടുത്ത വിമർശനം ഏറ്റുവാങ്ങി. ചിത്രം സാമ്പത്തികമായി വരുമാനം നേടിയെങ്കിലും കലാപരമായി വലിയ പരാജയമായി കണക്കാക്കപ്പെട്ടു. ഹോളിവുഡിൽ ഒരു കാലത്ത് പ്രശംസിച്ചവർ തന്നെ ചോദിച്ചു, ശ്യാമളന്റെ കാലം കഴിഞ്ഞോ? എന്നിട്ട് പരീക്ഷണങ്ങൾ അവസാനിച്ചില്ല. 2013 പുറത്തിറങ്ങിയ ആഫ്റ്റർ എർത്ത് ഹോളിവുഡ് സൂപ്പർ താരം വില്യം സ്മിത്തും മകൻ ജെയ്ഡൻ സ്മിത്തും പ്രധാന വേഷങ്ങളിലെത്തി. എന്നാൽ ഈ ചിത്രവും പ്രതീക്ഷിച്ച വിജയം നേടിയില്ല. അന്ന് പലരും അദ്ദേഹത്തെ എഴുതിത്തള്ളി. പക്ഷേ അതാണ് ശ്യാമളനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അദ്ദേഹം സ്വന്തം സ്വത്തുക്കൾ പണയപ്പെടുത്തി പണം സ്വരൂപിച്ച് ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. ആ സിനിമയുടെ പേരാണ് ദ വിസിറ്റ്. ഒലിവിയ ഡി ജോങ്, ഈദ് ഓക്സൻബോൾഡ്, ഡിയന്ന ഡുനാഗൻ, പീറ്റർ മക്രോബി എന്നിവർ അഭിനയിച്ച ഈ ചിത്രം ചെറിയ ബജറ്റിൽ നിർമ്മിച്ചതായിരുന്നുവെങ്കിലും വൻ ലാഭം നേടി. പഴയ ശ്യാമളന്റെ മാജിക് തിരിച്ചെത്തിയെന്ന് പ്രേക്ഷകർ വിലയിരുത്തി. പിന്നീട് സ്പ്ലിറ്റ്. 24 വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ള കഥാപാത്രത്തെ ജെയിംസ് മക്കവോയ് അത്ഭുതകരമായി അവതരിപ്പിച്ചു. കൂടാതെ അന്യ ടൈലർ ജോയ്, ബെറ്റി ബക്ലി, ഹാലി ലൂ റിച്ചാർഡ്സൺ, ജെസിക്ക സുല എന്നിവരും പ്രധാന വേഷങ്ങളിലുണ്ടായിരുന്നു. സിനിമയുടെ അവസാന നിമിഷങ്ങളിൽ സംഭവിച്ച ഒരു ട്വിസ്റ്റ് പ്രേക്ഷകർക്ക് വീണ്ടും പഴയ ശ്യാമളനെ തിരിച്ചു നൽകി. കാരണം ആ ചിത്രം അൺബ്രേക്കബിൾ എന്ന സിനിമയുടെ അതേ ലോകത്തിന്റെ ഭാഗമാണെന്ന് അവസാന നിമിഷം വെളിപ്പെടുത്തി. ഒടുവിൽ ബ്രൂസ് വില്ലിസ് പ്രത്യക്ഷപ്പെടുന്ന രംഗം തിയേറ്ററുകളിൽ വലിയ കയ്യടിയാണ് നേടിയത്. 2019 അദ്ദേഹം ആ കഥ പൂർത്തിയാക്കി. ഗ്ലാസ്. ഈ ചിത്രത്തിൽ ബ്രൂസ് വില്ലിസ്, സാമുവൽ എൽ ജാക്സൺ, ജെയിംസ് മക്കവോയ്, സാറ പോൾസൺ, അന്യ ടൈലർ ജോയ് എന്നിവർ ഒന്നിച്ചെത്തി. തുടർന്ന് ഓൾഡ് എന്ന ചിത്രത്തിൽ ഗീൽ ഗാർഷ്യ ബേണൽ, വിക്കി ക്രീപ്സ്, തോമസിൻ മക്കൻസി, അലക്സ് വൂൾഫ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 2023 പുറത്തിറങ്ങിയ നോക്ക് അറ്റ് ദ ക്യാബിൻ ഡേവ് ബോട്ടിസ്റ്റ, ജൊനാഥൻ ഗ്രോഫ്, ബെൻ ആൾഡ്രിഡ്ജ്, റൂപ്പർട്ട് ഗ്രിൻഡ്, നിക്കി അമൂക്ക ബേർഡ് എന്നിവർ അഭിനയിച്ചു. 2024 പുറത്തിറങ്ങിയ ട്രാപ്പിൽ പ്രധാന വേഷം അവതരിപ്പിച്ചത് ജോഷ് ഹാർട്ട്നെറ്റ് ആണ്. അദ്ദേഹത്തോടൊപ്പം ഏരിയൽ ഡൊണോക്ക്, സലേഖ ശ്യാമളൻ, ഹെയ്ലി മിൽസ് എന്നിവരും ശ്രദ്ധേയ വേഷങ്ങളിലെത്തി. ഓരോ സിനിമയിലും അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരുന്നത് ഒറ്റ കാര്യം മാത്രം: മനോജ് നൈറ്റ് ശ്യാമളൻ വ്യത്യസ്തമായി കഥ പറയുന്ന സംവിധായകനാണ്. കേരളത്തിൽ വേരുകളുള്ള കുടുംബത്തിൽ ജനിച്ച ഒരു കുട്ടി ഹോളിവുഡിലെ ഏറ്റവും വ്യത്യസ്തനായ സംവിധായകനായി തീർന്നു. പരാജയങ്ങളുണ്ടായി, വിമർശനങ്ങളുണ്ടായി, പലപ്പോഴും തോറ്റുപോയി. പക്ഷെ ഓരോ പ്രാവശ്യവും മനോജ് നൈറ്റ് ശ്യാമളൻ ശക്തമായി തിരിച്ചു വന്നു. കാരണം ഒരു സംവിധായകനെ വിജയിപ്പിക്കുന്നത് എന്താണ്? ഒരു നല്ല കഥ. അതാണ് ഒരു സംവിധായകന്റെ ഏറ്റവും വലിയ ശക്തി. ഇന്ന് ഹോളിവുഡിൽ ശ്യാമളൻ ട്വിസ്റ്റ് എന്ന പ്രയോഗം തന്നെ സിനിമയുടെ ഭാഷയുടെ ഭാഗമായിരിക്കുന്നു. ഒരു സംവിധായകന്റെ പേര് ഒരു കഥ പറച്ചിൽ ശൈലിയായി മാറുക, അത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന നേട്ടമാണ്. കേരളവുമായി വേരുകളുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ വ്യവസായത്തിന്റെ നെറുകിലേക്ക്, അത് മനോജ് നെല്ലിയാട്ടൻ ശ്യാമളൻ എന്ന മലയാളിയുടെ യാത്രയാണ്. ഒരുപക്ഷെ ഇനിയും അദ്ദേഹം നമ്മെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കും. കാരണം ചില സംവിധായകർ സിനിമകൾ മാത്രം സൃഷ്ടിക്കുന്നില്ല, അവർ പ്രേക്ഷകരുടെ ഓർമ്മയിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത അനുഭവങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ലോക സിനിമയിലെയും മലയാള സിനിമയിലെയും ഇന്ത്യൻ സിനിമയിലെയും മറ്റുള്ള ഇതിഹാസ താരങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികൾ തുടർന്ന് കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഇതിഹാസ താരവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.